ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നുള്ള ചർച്ചകളും വിവാദങ്ങളും ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നടി പ്രിയങ്കയുടെ പുതിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. തനിക്ക് പല പേരുകളും പുറത്തു പറയാനുണ്ട്, തൻ്റെ കയ്യിൽ ചില ബോംബുകളുണ്ട്, അതെല്ലാം പൊട്ടിച്ചാൽ തീരാവുന്ന ഒരുപാട് വലിയ കാര്യങ്ങൾ ഇവിടെയുണ്ട് എന്നാണ് പ്രിയങ്ക പറയുന്നത്. തനിക്കറിയാവുന്ന പേരുകൾ പുറത്തു പറഞ്ഞാൽ ഇനി പലരും റൂമടച്ച് റൂമിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും, പുറത്തിറങ്ങാനേ പറ്റില്ല എന്നാണ് പ്രിയങ്കയുടെ വെളിപ്പെടുത്തൽ. അത്രയധികം പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് താരം പറഞ്ഞു വെക്കുന്നു. എന്തു തന്നെയാണെങ്കിലും പ്രിയങ്കയുടെ ഈ വെളിപ്പെടുത്തലോടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ നടുങ്ങിയിരിക്കുകയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയതാണ്, എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ല, ഇനി തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് പ്രിയങ്കയുടെ ഈ അഭിമുഖത്തിലൂടെ പലർക്കും വ്യക്തമാവുന്നത്. പൊട്ടിക്കാനുള്ള ബോംബ് കയ്യിൽ എന്റെ കയ്യിലുണ്ട്, നല്ല ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പൊട്ടിച്ചാൽ വലിയ വിപ്ലവം കൂടെ നടക്കുന്ന വെച്ചാൽ ഞാൻ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ഒരുപാട് എന്താ പറയാ, അമ്മേന്ന് ഞാൻ ഈ കേസ് വന്നപ്പോൾ എന്നെ പുറത്താക്കണം എന്ന് പറഞ്ഞു. കേസ് നിരപരാധി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയെ ചെന്നു. ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ കിട്ടിയ ഓർഡറാണിത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് വേദന ആയിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയിലും ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ മനസ്സിന് ബുദ്ധിമുട്ട് നമുക്ക് പറയാലോ, പക്ഷെ അതൊക്കെ തുറന്നു പറയാൻ എനിക്ക് സമയം വേണം, ഞാൻ ഇപ്പൊ പറയില്ല. പക്ഷേ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാരും പിന്നത്തേക്ക് മാറ്റി വെക്കുന്നത് കൊണ്ടല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നവർ പിന്നെയും പിന്നെയും വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരുന്ന പ്രശ്നങ്ങളല്ല ഇത് ഞാൻ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞു നിൽക്കി, ആ ആളുടെ ഫാമിലി ഉണ്ടാവും, അവർക്കൊരു അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഇതൊന്നും അറിയാത്ത മക്കളുണ്ട്. ഞാൻ എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ തെളിവ് സഹിതം പറയാം. പക്ഷെ ഞാൻ തയ്യാറല്ലാത്ത കാരണം എന്താണെന്നറിയോ? പുറകിലോട്ട് നോക്കുമ്പോൾ ആ ഫാമിലി എന്തുമാത്രം ദുഃഖിക്കും, അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ മൗനം. പക്ഷെ ഞാൻ പറയില്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് കുറച്ച് സമയം വേണം, ഞാൻ പറയാതിരിക്കില്ല. തെറ്റ് ചെയ്യുന്ന ആള് പിന്നെ ആവർത്തിക്കുമ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ പറ്റിയോ വീട്ടിലുള്ളവരെ പറ്റിയോ വളർത്തിയവരെ പറ്റിയോ ഒന്നും ചിന്തിക്കാനേ ശരിയാ. എനിക്ക് സമയം വേണോന്ന് സമയത്തിൽ ഞാൻ പറയും, ഇപ്പൊ പറയില്ല. എന്തിനാണ് ആ സമയം? എനിക്ക് ആവശ്യമുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഫാമിലിയും എല്ലാം ഉള്ളതാ. എനിക്ക് വലിയൊരു പത്രങ്ങളിലും ചാനലിലും കയറിയിരുന്ന് എനിക്ക് ഷൈൻ ചെയ്യണ്ട. ഞാനത് പറഞ്ഞാൽ ഞാൻ ചാനലിൽ മുഴുവൻ ഉണ്ടാവും. എൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അതല്ല. എനിക്ക് എൻ്റെ ബിസിനസ് പരമായ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് എന്തോ ഉള്ളൂ. കാരണം ഞാൻ കുറച്ച് ലൈബിലിറ്റീസ് ഒരുപാട് പേർക്ക് വരുത്തി വെച്ചത്. അപ്പോൾ അതൊക്കെ തീർന്നിട്ട് വേണം എനിക്ക് മുന്നോട്ട് ഇനി അടുത്ത യാത്രയിലേക്ക് പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എനിക്ക് ഇതിനുള്ളൊരു മാനസികാവസ്ഥയല്ല ഇപ്പോൾ. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളിൽ കൂടെ ചെന്നപ്പെടും എന്നൊരു പേടിയൊന്നും എനിക്കില്ല. എന്തിനാ ഞാൻ പേടിക്കണത്? ഞാൻ പറഞ്ഞത് വെറുതെ ഇപ്പൊ ഇവിടെ ഞാളുടെ പേരൊന്നും പറയുന്നില്ല, 10-15 പേരുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഫീൽഡിൽ വന്നിട്ട് 30 വർഷമായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി എൻ്റെ റൂമിലേക്ക് ഒറ്റയ്ക്ക് വിളിച്ചാൽ 2 പൊട്ടിച്ച് പോരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കയറി ചെല്ലണം. എന്തെങ്കിലും അപമര്യാദ, മനുഷ്യന്മാരുടെ കാര്യമാണ്, ആണുങ്ങളുടെ കാര്യമാണ്. അങ്ങനെ ധൈര്യമില്ലാത്തൊരു അകത്ത് പോകരുത്, കൂടെ ഒരാളെ കൊണ്ടുപോകണം. വേണ്ടേ? ഇനി അഥവാ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ രീതിയിൽ നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ആ സെക്കൻഡ് ഇറങ്ങി പോന്നാൽ പോരെ, അത് മതിയല്ലോ. പിന്നെ ഒരാണ് വിളിച്ച് നമ്മൾ റൂമിൽ പോയി, നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ഒന്നെങ്കിൽ ഇൻ്റർവ്യൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അയാളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അയാൾ എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ പാവം എന്ത് ചെയ്യും? തെറ്റ് ചെയ്യാത്ത ആ പുരുഷൻ എന്ത് ചെയ്യും? ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. അത് എല്ലാ പുരുഷന്മാരും ചിന്തിക്കണം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചിന്തിക്കണം. കാരണം പെണ്ണ് പറയുന്നിടത്താണ് കാര്യം എന്ന് പറയുന്നുണ്ട്. പെണ്ണ് പറയുന്നിടത്ത് കാര്യം എന്ന് പറഞ്ഞാൽ പെണ്ണിന് ശരിക്കും നേരിടാൻ അറിയണം. അങ്ങനെയുള്ളടത്ത് ഒറ്റയ്ക്ക് കയറി ചെല്ലണം. 2 കൊടുക്കാൻ അറിയെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏകദേശം ഒരു 25 വർഷം വരെ എൻ്റെ അമ്മ കൂടെ ഉണ്ട്. അമ്മയിലത് ഒരു റൂമിൽ പോലും കയറില്ല. എന്നെ പേടിച്ചിട്ടല്ല, ഞാൻ തെറ്റായിട്ട് പോകുന്നു പേടിച്ചിട്ടല്ല അമ്മ എൻ്റെ കൂടെ വരണേ. എൻ്റെ സേഫ്റ്റിയാണത്. പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട് ഇന്നിപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്നുണ്ടായിരുന്നപ്പോൾ അത്രയൊന്നും മാറിയിട്ടില്ല. എൻ്റെ അമ്മ എൻ്റെ കൂടെ, ഞങ്ങൾ ബോബനും മോളിൽ നിന്നാണ് വിളിക്കാറ് പോലും. അമ്മയില്ലാത്ത സ്ഥലമില്ല. ബ്യൂട്ടി പാർലറിൽ പോയാലും അമ്മ പുറത്തിരിക്കും. അതാണ് എൻ്റെ അമ്മ. ഇതൊരു വർഷത്തോളം പോയി എവിടെ പോയാലും എന്തിനു പോയാലും അമ്മയും അച്ഛനൊന്നും അന്വേഷിക്കണേ ഇല്ല ഒരു മോള് പോയി കഴിഞ്ഞാൽ. ശരിയാണോ?
പക്ഷെ നമ്മളൊരു ജോലിക്ക് പോകുന്ന സ്ഥലത്ത്, നമ്മളൊരു ഓഫീസിൽ പോകുന്ന സമയത്ത് നമുക്ക് വീട്ടുകാരെയും കൊണ്ട് കൂടെ വേണ്ട, ഓപ്ഷൻ. പക്ഷെ ഇതൊരു ജോലിയിടം തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ മാറി തെറ്റിദ്ധരിച്ചിട്ടാ പറയണേ. ഒരു അമേരിക്കയിൽ എനിക്കൊരു ജോലി കിട്ടി, എനിക്ക് 5 ലക്ഷം രൂപ സാലറി ഉണ്ട്. എൻ്റെ വീട്ടുകാർ എന്നെ വിട്ടിട്ടുണ്ടാവും. പക്ഷേ ആ അമ്മയും അച്ഛനും ദിവസം എൻ്റെ മോളെ വിളിച്ചിരിക്കും, മോളെ എങ്ങനെയുണ്ട് എന്താന്ന്. കൂടെയുള്ള കുട്ടികളെ വിളിച്ച് അന്വേഷിച്ചിരിക്കും. ഇല്ലേ? സിനിമാ ഫീൽഡിൽ തെറ്റ് നടത്തണമെന്നല്ല സ്ഥലമല്ല അത്. സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ള സ്ഥലമല്ല. അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്, അത് തെറ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരുടെ കൂടെ പോവാം. അതിന്ന് ആരും ഒരു തെറ്റും പറഞ്ഞിട്ടില്ല, കോടതി വരെ പറഞ്ഞിട്ടില്ല. ഒരു പുരുഷനും സ്ത്രീക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോവാം, അതിന് നിയമം ആണ്. പക്ഷേ ഈ വരുന്ന ആൾക്കാർ മുഴുവൻ റൂമിൽ കയറിയിട്ട്, ഞാനതാ പറഞ്ഞു, ഇപ്പോഴും ഒന്നും ചെയ്യാത്ത ഒരു പുരുഷനെ റൂമിൽ കയറിയിട്ട് നാളെ അവൻ പീഡിപ്പിച്ചു അയാൾ എന്ത് തെളിവ് കാണിച്ചു കൊടുക്കും? ഞാനിപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം ഇപ്പം ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് പുരുഷന്മാരോട് ഈ പാവം എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്. നിങ്ങളിനി ഒരു കാരണവശാലും ഒരു ലേഡി റൂമിലേക്ക് കയറി വന്നാൽ ഈ ബട്ടൺസിൽ ഒരു ക്യാമറ വെച്ചോട്ടോ, നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. അത് തമാശ ഒന്നല്ല, ഞാൻ വെറുതെ പറയണതല്ല. കാരണം അവരെന്താ കാണിക്കുക? ചെയ്യാത്ത ഒരാളുടെ വിഷമം എന്തുണ്ടാവും? അയാളുടെ പേര് പറയുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വിഷമം എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞെന്താ, ഒരുപാട് ദിവസം കൂടെ പോയി സ്നേഹിച്ചു, മലേഷ്യ പോണു, സിംഗപ്പൂർ പോണു, ഡ്രസ്സ് മേടിക്കുന്ന, സിനിമ, ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് പറയാണ് അവൻ എൻ്റെ കൂടെ നിന്ന് എനിക്കത് ശരിയായില്ല എന്ന് പറഞ്ഞിടത്ത് എന്തർത്ഥമുള്ള? ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയായിരുന്നു? അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോഴും 9 മണി ഞാൻ ചോദിക്കും, നീ എവിടെയാന്ന്? എവിടെ? എൻ്റെ മോന് 15 വയസ്സായി. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഇതിൽ ചട്ടക്കൂട്ടി പിടിക്കണമെന്നല്ല ഞാൻ പറയണത്. നമ്മൾക്ക് നമ്മുടേതായ അങ്ങനെ പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതങ്ങ് സഹിച്ചോളണം, നമ്മൾ സഹിക്കണം, വിളിച്ചു പറയാൻ നിൽക്കരുത്. ശരിയാണോ? ആണുങ്ങളുടെയൊക്കെ മുഖം കാണിക്കും, ഈ പെണ്ണുങ്ങളുടെ മുഖം എന്താ മറച്ചു വെക്കണേ? എന്ത് പണി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഇത് വലിയ ഇതാവുമായിരിക്കും, വലിയ സംഭവമാകും. പ്രിയങ്ക പെണ്ണുങ്ങൾ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ സഹിച്ച് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. ധൈര്യമായിട്ട് കൊല്ലണി കൊന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് വേണേ ചെയ്തോട്ടെ. എന്തുകൊണ്ടിനാണ് മറച്ചു വയ്ക്കുന്നത്? അവർ തെറ്റ് ചെയ്തിട്ടില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞു കേട്ടോ. കൊണ്ടുപോയി കൂടെ നടന്നു 1 വർഷം കറങ്ങി അടിച്ചു വന്നിട്ടും അവരുടെ കാര്യം ഞാൻ പറയണേ. അല്ലാതെ ബലമായ ഒരു സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവരെ സമ്മതമില്ലാതെ ചെയ്യുന്നതിന് ഞാൻ അതിനൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആ സ്ത്രീക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇങ്ങനെയുള്ളതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. മീട്ടു ഞാൻ കൂട്ടു നിൽക്കൂല. ഇപ്പൊ വന്നിരിക്കുന്ന ഈ വിവാദങ്ങളും വിഷയങ്ങളിലും ഒക്കെ ജെനുവിനിറ്റി ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഒരു ശതമാനമെങ്കിലും? ഇപ്പോൾ ഹേമ കമ്മീഷൻ അതാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാനത് മുഴുവൻ വായിച്ചിട്ടുമില്ല, എനിക്ക് അതിനെക്കുറിച്ച് പറയാനും അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പം ഈ പറയുന്നതിന് ഒരു നേരത്തെ പറഞ്ഞതിന് തന്നെ ഒപ്പം ഞാൻ വെക്കാം. ഏതൊരു നടനോ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്ര പെട്ടെന്ന് ഈ റൂമിനകത്ത് ക്യാമറ വെച്ച് തെളിവ് കൊടുക്കാനൊന്നും പറ്റില്ല. കേസ് നോക്കുക, എന്നിട്ട് അതിനുള്ള തെളിവുകളുടെ അടിസ്ഥാനം, അതിനാണോ തെളിവുള്ളത്? പണ്ടത്തെ ഏത് ഹോട്ടലിൽ, ഇപ്പോൾ ഈ കാലമുള്ള ഹോട്ടലിലൊക്കെ ക്യാമറ ഉണ്ടാവും ഇല്ലേ? പിന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുക. പിന്നെ ചെയ്ത നമ്മുടെ ഭാഗത്തുള്ള തെറ്റെന്താണ്? ആ നിമിഷം സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കില്ല. എന്തുകൊണ്ടാണ്? ഇപ്പം ചോദിക്കുക എല്ലാവരും, ഇവളൊക്കെ 10-12 കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രതികരിക്കണേ. ആ സമയത്ത് പേടിയാണ്, പേടിച്ചിട്ടായിരിക്കും പ്രതികരിക്കാത്തത്. അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കണം എന്താണെന്നറിയോ, എന്തെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. എന്തായാലും ഇങ്ങനെ ആയതല്ലേ, ഒരു സിനിമയിലെങ്കിലും ചാൻസ് തരുമായിരിക്കും. പാവപ്പെട്ട കുട്ടികൾ അങ്ങനെയും ചിന്തിക്കും. ഇതൊന്നും നടക്കാതെയും വന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ടും കൂടി കിട്ടിയപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. കാരണം നല്ല സപ്പോർട്ടില്ലേ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക്? ഇപ്പോൾ ഈ പ്രശ്നം വന്നാൽ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്നില്ലേ? അപ്പോൾ അവർ വിളിച്ച് പറയും. അതിൽ സത്യം എന്താണെന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കണവരെ എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമുക്കിപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് നാളെ തന്നെ അയ്യോ ഇല്ലട്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇത്തിരി സമയം എടുക്കും. അത് സമയം വരെ വെയിറ്റ്